എല്ലാവർക്കും ലീ കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക കൊണ്ടുള്ള ഒരു പൊരിയലാണ്. അതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 500 ഗ്രാം പാവയ്ക്കയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു ബിഗ് ഒനിയൻ 1.5, 2 തക്കാളി, 2 ഗ്രീൻ ചില്ലി, 1 പീസ് ജിഞ്ചർ, 5 ഗാർലിക്ക്, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചില്ലി. ഗ്രീൻ ചില്ലി ഇടുന്നതിനാൽ റെഡ് ചില്ലി ആവശ്യമുള്ളവർ ഇട്ടാൽ മതിയാകും. ഓയിൽ 3-4 ടീസ്പൂൺ ഓയിൽ. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ എണ്ണ ചൂടായതിന് ശേഷം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്തിട്ടുണ്ട്. ഉള്ളി 1.5 ഉള്ളിയാണ്, ഒരു മീഡിയം സൈസാണ് എടുത്തിരിക്കുന്നത്. അത് ഉള്ളി ഒന്ന് നല്ലപോലെ വാടിയതിന് ശേഷം നമ്മൾക്ക് ഇടയിലിടയിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതും നല്ല മാതിരി അതിൻ്റെ പച്ച മണം പോകുന്നത് വരെ ഇളക്കി കൂട്ടിയതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ജിഞ്ചറും കൂടെ ആഡ് ചെയ്യാം. ഇഞ്ചി ഞാൻ ഒരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവറെല്ലാം നല്ല ഫ്ലേവറായിരിക്കും ഇതിന് ഉണ്ടാവുക. അതിന് ശേഷം അതും നല്ല മാതിരി വാടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി വേണ്ടവർക്ക് ചേർത്താൽ മതി. കാരണം ഇതിൽ 2 ഗ്രീൻ ചില്ലി ഇട്ടിട്ടുണ്ട്. ഇത് നല്ല മാതിരി ഇളക്കി അതിൻ്റെ റോസ്മെല്ല് പോകുന്നത് വരെ ഇളക്കി കൊടുക്കുക. റോസ്മെല്ല് പോയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 തക്കാളിയാണ്, അതും മീഡിയം സൈസാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തക്കാളി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് ഒന്ന് വാടിയതിന് ശേഷം നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടി കുറച്ച് നേരം മൂടി വയ്ക്കുക. അപ്പോൾ തക്കാളി നല്ല മാതിരി വെന്ത് കിട്ടും. മൂടി ഇടയിലിടയിൽ തുറന്ന് നോക്കിയിട്ട് വീണ്ടും സോഫ്റ്റ് ആയി വീണ്ടും ഇളക്കി കൂട്ടി വീണ്ടും മൂടി വയ്ക്കുക. നല്ല മാതിരി മൂടി വച്ചതിന് ശേഷം നമുക്ക് മൂടി തുറന്ന് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക. പാവയ്ക്കും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൂട്ടി മൂടി വയ്ക്കുക. ഇതിലേക്ക് ഞാൻ വെള്ളം ഒട്ടും ചേർക്കണില്ല. കാരണം തക്കാളിയുടെ ഇതുകൊണ്ട് ആവിയിൽ കടന്ന് വേവണതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല. ഇപ്പം ഞാൻ മൂടി വെച്ചേക്കാണ്. ഇത് ഇടയിലിടയിൽ എടുത്ത് ഇളക്കിക്കൊണ്ടിരിക്കണം. വേവാനായിട്ട് കുറച്ച് ടൈം എടുക്കും. കാരണം ഇതിൽ ഞാൻ വെള്ളം ഒട്ടും ചേർക്കണില്ല, ഈ ആവിയിലാണ് വേവണത്. അപ്പം നമ്മളുടെ പാവയ്ക്ക കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളം വറ്റാനായിട്ട് ഞാൻ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട്. അതും ഒരു മിനിറ്റ് ഇളക്കി കൊണ്ട് കഴിഞ്ഞാൽ ഫ്ലെയിം ഡ്രൈ ആയി കിട്ടും. ഇപ്പം ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി നമ്മളുടെ പാവയ്ക്ക കറി റെഡിയായി. ഇനി ഞാനിതൊരു സെർവിങ് ബൗളിലേക്കാണ് പകർത്തുന്നത്. ഈ പാവയ്ക്ക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്ന ഒരു പച്ചക്കറിയല്ല. പക്ഷേ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ കയ്പ്പൊക്കെ വളരെ കുറവായിരിക്കും. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.